ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ദുബായിൽ തിരിച്ചെത്തിയിരുതാ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ നോമ്പാണ്, നമ്മൾ ഇന്ന് ഓഫീസിൽ പോകണം. അപ്പൊ നമ്മൾ നേരത്തെ എണീച്ച് സുബഹൊക്കെ നിസ്കരിച്ചിട്ട് ഇതാ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു മോർണിംഗ് വൈബ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കുറെ ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ ബേർഡ്സിനെയും പ്രാവുകളൊക്കെ കാണാം. നമ്മൾ റൂമിന്റെ ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്യാമൽ പാർക്കാണ്. ഈ ക്യാമൽ പാർക്കിന്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ നമ്മൾ ദേര ക്രീക്കിന്റെ മുന്നിലെത്തും. ആ കാണുന്നതാണ് അൽസീഫ്. ഈ ഒരു ഭാഗത്താണ് നമ്മളെ റൂം വരുന്നത്. ഈ ഒരു ബിൽഡിംഗിൽ നമ്മൾ ഇവിടെയാണ് കാർ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ കാറിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ കാർ കയറിയത് ഓഫീസിലേക്ക് ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മൾ പോവാണ്. അങ്ങനെ ഓഫീസിന്റെ അവിടെ എത്തിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ നോമ്പായതുകൊണ്ട് നമ്മൾ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങും. പക്ഷെ റൂമിലേക്ക് ലൊക്കേഷൻ ഇടുമ്പോൾ 1.5 മണിക്കൂർ ട്രാഫിക് ഉണ്ട്. അപ്പൊ എന്തായാലും നോമ്പറക്കാൻ എത്തൂല. അപ്പൊ നമ്മൾ ബിസിനസ് ബേക്ക് ലൊക്കേഷൻ ഇട്ടിട്ട് അങ്ങോട്ട് പോവാണ്. ഇവിടെ ബിസിനസ് ബേയിൽ ഒരു പള്ളി ഉണ്ട്. ഈ ഒരു പള്ളിയിൽ കയറിയിട്ട് നമ്മൾ അസറൊക്കെ നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നമ്മൾ ചെറിയൊരു വണ്ടി കണ്ടു. ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടി കാണുന്നത്. കുറച്ചു നേരം ഇങ്ങനെ പുറത്ത് നിന്നപ്പോൾ തന്നെ നോമ്പറക്കാനുള്ള സമയമായി. ഇവിടെ ഒരു ടെന്റ് ഉണ്ട്. ഈ ഒരു ടെന്റിൽ എല്ലാവർക്കും ഇവിടെ ഫ്രീ ആയിട്ട് നോമ്പായതുകൊണ്ട് ഫുഡ് കൊടുക്കും. നമുക്കൊരു ബോക്സ് കിട്ടി. ഈ ഒരു ബോക്സിനകത്ത് നോമ്പറക്കാനുള്ള എല്ലാ ഫുഡും ഉണ്ട്. ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ലബനപ്പും സമൂസയും ആപ്പിളും ഡേറ്റ്സും ബിരിയാണിയും എല്ലാം ഉണ്ട്. നമ്മൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബിരിയാണി കാറിന്റെ അവിടെ നിന്ന് കഴിച്ച് പിന്നെ നല്ലൊരു മസാല ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. തറാവിയൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത്. കുറച്ചു നേരം വീഡിയോസ് ഒക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതാ റൂമിന്റെ അവിടെ എത്തി. ഇവിടെ അൽസീഫിൽ എന്നും രാത്രി ഫയർ വർക്ക്സ് ഉണ്ടാവലുണ്ട്. അപ്പൊ നമ്മൾ ഫയർ വർക്ക്സ് ഒക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി പള്ളിച്ചോറ് അത്താഴമൊക്കെ കഴിക്കാൻ പോയി. അപ്പൊ ബാക്കി കഥകൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ.